ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കേസ് സ്റ്റഡിയാണ്. നമ്മുടെ ബ്രോഡ്വേയിലെ ഒരു പ്രമുഖ വ്യവസായി ഞങ്ങളുടെ അടുത്ത് വന്നു. ആളുടെ ആവശ്യം കഴിഞ്ഞ 8 മാസമായി ആള് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ബിൽഡിംഗ് തന്നെ മേടിക്കാനുള്ള ഒരു ലോണിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ബാങ്കുകളിലായി അദ്ദേഹം സമീപിച്ചെങ്കിലും എവിടെയും ലോൺ ശരിയായില്ല. അതിന് പല റീസൺസ് ഉണ്ട്. പക്ഷേ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ITR വെച്ച് നോക്കുമ്പോൾ അത്രയും എലിജിബിലിറ്റി അദ്ദേഹത്തിന് വരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഏകദേശം 5 കോടി രൂപയാണ് ആ പ്രോപ്പർട്ടി മേടിക്കുന്നതിലേക്കായി അവർക്ക് ലോൺ ആവശ്യമായിരുന്നത്. പക്ഷെ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ITR അദ്ദേഹം കാണിക്കുന്നില്ല. ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ മകനും ഇതിൽ പാർട്ട്ണർ ആയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സെപ്പറേറ്റ് ഒരു ബിസിനസ്സും ഉണ്ട്. ഈ എൻറ്റയർ പ്രപ്പോസലിനെ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും അതിൻ്റെ പകുതിയിൽ നിന്നുള്ള ഇൻകവും അതുപോലെ തന്നെ അച്ഛൻ്റെ പേരിലുള്ള എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ ഇൻകവും കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ പകുതി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതുപോലെ തന്നെ മറ്റേ പകുതി ആവട്ടെ മകൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ ഇൻകവും അതിൽ നിന്നുള്ള പ്രപ്പോസ്ഡ് ഇൻകവും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ലോൺ എടുത്ത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കൽ തിങ്കിങ് ആണ്. പക്ഷേ അത് ഡീറ്റെയിൽഡ് ആയിട്ടൊരു കേസിനെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലൊരു സ്ട്രക്ചറിങ് നടക്കുകയുള്ളൂ. ഏകദേശം 8ഓളം ബാങ്കുകളിൽ പോയി അവർ വീണ്ടും റിജക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സിബിൽ സ്കോർ കുറയുകയും പിന്നീട് ഒരു ലോണിന് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വെൽക്കമിങ് ഉണ്ടല്ലോ ബാങ്കിൻ്റെ സൈഡിൽ നിന്നും, അത് കുറയുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾക്ക് വരാതിരിക്കാൻ എപ്പോഴും ഇങ്ങനെ ഒരു പ്രപ്പോസൽ വരുമ്പോൾ തന്നെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രം ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും.